ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതം ഒരു കൊടുങ്കാറ്റുള്ള കടല് പോലെയാണെങ്കിൽ ആ യാത്രയിൽ നമുക്ക് വഴികാട്ടാൻ ഒരു ലൈറ്റ് ഹൗസ് വേണ്ടേ? എങ്കിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈ സോഴ്സ് ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത് അത്തരമൊരു വഴികാട്ടുന്ന വെളിച്ചമായിട്ടാണ്. കണ്ടില്ലേ, ഈ സ്രോതസ്സ് തുടങ്ങുന്നത് തന്നെ ഇസ്ലാം ജീവിതത്തിന്റെ വഴിവെളിച്ചം എന്ന ഈയൊരു വാക്യത്തോടെയാണ്. അപ്പോൾ ഈ വഴിവെളിച്ചം എന്ന ഐഡിയ അതുതന്നെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതിൻ്റെ എല്ലാം കാതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഹൗസ് എന്ന മെറ്റഫറിലേക്ക്, ആ രൂപകത്തിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഭൂമിയിലുള്ള നമ്മുടെയൊക്കെ യാത്രയിൽ വഴികാട്ടുന്ന ഒരു ദൈവീക പ്രകാശമായാണ്, ഒരു ഡിവൈൻ ഗൈഡിംഗ് ലൈറ്റാണ് ഇസ്ലാമിനിവിടെ കാണിക്കുന്നത്. പക്ഷേ ഇത് വെറുമൊരു വെളിച്ചമല്ല കേട്ടോ. ഈ സോഴ്സ് പറയുന്നതനുസരിച്ച് ഇത് മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിലെ പലതരം ഇരുട്ടുകളുണ്ടല്ലോ, അതിലൂടെയൊക്കെ വഴികാട്ടുന്നൊരു മാർഗദീപമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ വെളിച്ചം എങ്ങോട്ടാണ് നമ്മളെ നയിക്കുന്നത്? അത് പ്രധാനമായും 3 കാര്യങ്ങളിലേക്കാണ് വെളിച്ചം വീശുന്നത്: സാഹോദര്യത്തിലേക്കും, സമത്വത്തിലേക്കും, പിന്നെ നീതിയും ധാർമ്മികതയും, അതോടൊപ്പം തന്നെ വിമോചനവും. ഈ 3 കാര്യങ്ങളും ചേരുമ്പോഴാണ് ഒരു വ്യക്തിയും സമൂഹവും ഒരുപോലെ മെച്ചപ്പെടുന്നത് എന്നാണ് ഈ സ്രോതസ്സ് പറയുന്നത്. നമുക്കറിയാലോ, ഏതൊരു ലൈറ്റ് ഹൗസിനും ഏറ്റവും പ്രധാനം അതിന്റെ അടിത്തറയാണ്. ഇളകാത്ത ഉറച്ച ഒരു അടിത്തറ. അതുപോലെ ഈ ദീപസ്തംഭത്തിനും വളരെ ശക്തമായ ഒരു ഫൗണ്ടേഷനുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു അടിത്തറയുടെയും അതിനു മുകളിലുള്ള കെട്ടിടത്തിന്റെയും പ്രധാന ഭാഗങ്ങൾ? ഈ സ്രോതസ്സ് പറയുന്നത് ഈ ലൈറ്റ് ഹൗസിന് 2 തരം തൂണുകളുണ്ടെന്നാണ്. ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ തൂണുകൾ. 2, ആ വിശ്വാസം പുറത്തേക്ക് കാണിക്കുന്ന കർമ്മത്തിന്റെ തൂണുകൾ. നമുക്കിത് രണ്ടും എന്താണെന്ന് നോക്കാം. ഇപ്പൊ നോക്കൂ, ഇതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം. അതായത് ആന്തരികമായ വിശ്വാസത്തെ അഥവാ ഈമാനിനെയും ബാഹ്യമായ പ്രവൃത്തിയെ അതായത് ഇസ്ലാമിനെയും എങ്ങനെയാണ് ഇവിടെ വേർതിരിക്കുന്നത് എന്ന് കാണാം. ഒന്ന് കണ്ണിന് കാണാത്ത അടിത്തറയാണെങ്കിൽ മറ്റേത് നമുക്ക് പുറമേ കാണാൻ കഴിയുന്ന ആ കെട്ടിടം തന്നെയാണ്. ഓക്കെ, അപ്പോ നമുക്കാദ്യം ഈ ഫൗണ്ടേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? മറ്റെല്ലാ കാര്യങ്ങളും പടുത്തുയർത്തിയിരിക്കുന്നത് ഈ 6 അടിസ്ഥാന വിശ്വാസങ്ങളുടെ മുകളിലാണ്. ഈ 6 തൂണുകൾ നോക്കൂ: ഏകനായ ദൈവത്തിലുള്ള വിശ്വാസം, പിന്നെ മാലാകമാർ, ദൈവിക ഗ്രന്ഥങ്ങൾ, പ്രവാചകന്മാർ, മരണാനന്തര ജീവിതം, പിന്നെ ദൈവികമായ വിധി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിശ്വാസിയുടെ ലോകത്തെ കാണുന്ന രീതിയെ മൊത്തത്തിൽ രൂപപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഒരു ദൈവത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഓരോ പ്രവൃത്തിക്കും നമ്മൾ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു ജീവിതം മരണത്തിലപ്പുറമുണ്ട് എന്ന വിശ്വാസം വരെ നീളുന്ന ഒരു കംപ്ലീറ്റ് ഫ്രെയിംവർക്ക്. അപ്പോൾ ഈ ഒരു അടിത്തറ വളരെ സ്ട്രോങ് ആയി ഉറച്ചു കഴിഞ്ഞാൽ നമുക്കിനി ആ ലൈറ്റ് ഹൗസിന്റെ പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങളിലേക്ക് വരാം. അതായത് ആ വിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ആ 5 കാര്യങ്ങൾ: സത്യസാക്ഷ്യം, അതായത് ഷഹാദ, പിന്നെ നമസ്കാരം, സകാത്ത് എന്ന നിർബന്ധദാനം, റമളാനിലെ നോമ്പ്, പിന്നെ ഹജ്ജ് തീർത്ഥാടനം. ഇവയെല്ലാം ആ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ പുറമേയുള്ള പ്രകടനങ്ങളാണ്. വെറും ചടങ്ങുകളല്ല, മറിച്ച് ദിവസവും ചെയ്യുന്ന നമസ്കാരം മുതൽ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ഹജ്ജ് വരെ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാക്കി മാറ്റുന്ന പ്രവൃത്തികളാണിവ. ലൈറ്റ് ഹൗസ് ഉണ്ടായാൽ മാത്രം പോരല്ലോ, അതിലെ വെളിച്ചം കെടാതെ നോക്കാനും ആളുകൾ വേണ്ടേ? ഈ സ്രോതസ്സ് പറയുന്നത് ആ വെളിച്ചം കാത്തുസൂക്ഷിക്കുന്നവർ പ്രവാചകന്മാരാണെന്നാണ്. മനുഷ്യരാശിക്ക് വഴികാട്ടുന്ന വിമോചകരായിട്ടാണ് അവരെവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രവാചകന്മാർ വെറും മെസ്സഞ്ചേഴ്സ് മാത്രമല്ല, അവർ മനുഷ്യർക്കെല്ലാം ധാർമ്മികതയിലും നീതിയിലുമൊക്കെ പിൻപറ്റാൻ കഴിയുന്ന ഏറ്റവും നല്ല മാതൃകകളായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. മുഹമ്മദ് നബിയെ ആ ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായും പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം വരാമല്ലേ: എന്തിനാണ് ഇതെല്ലാം? എന്താണ് ഈ ലൈറ്റ് ഹൗസിന്റെ ആത്യന്തികമായ ലക്ഷ്യം? വെറുതെ വഴികാട്ടുക എന്നത് മാത്രമാണോ? ഈ സ്രോതസ്സനുസരിച്ച് ഈ ദൈവീകമായ മാർഗനിർദ്ദേശത്തിനു പിന്നിൽ വളരെ വ്യക്തമായ 3 ലക്ഷ്യങ്ങളുണ്ട്. ഇത് വെറുമൊരു വിശ്വാസത്തിന്റെയോ അനുഷ്ഠാനത്തിന്റെയോ കാര്യം മാത്രമല്ല, അതിനപ്പുറം വലിയ ചില ഉദ്ദേശ്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് സമ്പൂർണത. അതായത് ഇസ്ലാമിനെ വെറുമൊരു മതമെന്ന രീതിയിലല്ല, മറിച്ച് ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും മാർഗനിർദ്ദേശം നൽകുന്ന ഒരു സമ്പൂർണ്ണ ജീവിതരീതിയായാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ ലക്ഷ്യം ശാന്തിയാണ്. ഇത് 2 തരത്തിലുണ്ട്. 1, നമ്മുടെ ഉള്ളിലുള്ള സമാധാനം. 2, സമൂഹത്തിൽ നിലനിൽക്കേണ്ട നീതിയും സമാധാനവും. ഈ വിശ്വാസവും കർമ്മവും ഒരു വ്യക്തിയെ ഈ 2 തരം ശാന്തിയിലേക്കും നയിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായ ലക്ഷ്യം വിമോചനമാണ്. സ്രഷ്ടാവിനല്ലാതെ മറ്റാർക്കും അടിമപ്പെടാതിരിക്കുക. അതായത് എല്ലാത്തരം അടിമത്തങ്ങളിൽ നിന്നും, അത് ഒരു വ്യക്തിയോടോ വ്യവസ്ഥയോടോ
എന്തിനോടായാലും. അതിൽ നിന്നെല്ലാം മനുഷ്യനെ സ്വതന്ത്രനാക്കുക എന്ന വളരെ ശക്തമായ ഒരു ആശയമാണിത്. ഈ പറഞ്ഞ 3 കാര്യങ്ങളെയും ഈ സ്രോതസ്സ് ഒറ്റ വാക്കിൽ ഒതുക്കുന്നുണ്ട്: ഒരു സമ്പൂർണ്ണ ജീവിത രീതി. ഈ ഒരു മാർഗനിർദ്ദേശത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന വളരെ ശക്തമായൊരു പ്രയോഗമാണിത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ സ്രോതസ്സ് നമ്മുടെ മുന്നിൽ ഒരു വഴിവെളിച്ചം കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ അത് നമ്മളിൽ ഒരു ചോദ്യം ബാക്കി വെക്കുന്നുണ്ട്. ആ വെളിച്ചത്തിൽ നടക്കുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്തായിരിക്കും? ഈ ഒരു ചിന്തയോടുകൂടി നമുക്കിന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം.